ചാവ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വീഡിയോ കാണുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ ഇടുന്നത് രണ്ട് വെർബുകളായിട്ടാണ് ലോങ് വീഡിയോസ് ഇടുന്നത്. നിങ്ങൾ കാണാം, രണ്ട് വെർബുകളാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് കേട്ടോ. വളരെ ചെറുതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാം. രണ്ട് വെർബുകൾ. അപ്പം നമ്മൾ ഈയിടെയായിട്ട് ഇട്ടിരുന്ന വെർബുകളാണ് ഇറഗുലർ വെർബുകളാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ വെർബുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, വെർബുകൾ ഇറ്റാലിയൻ ലാംഗ്വേജിലെ എല്ലാ വെർബുകളും എങ്ങനെ സബ്ജക്റ്റുകൾക്കനുസരിച്ചും ടെൻസുകൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അതിന്റെ പറയുന്ന പേരാണ് കോൺജുഗേഷൻ. സാധാരണ രീതിയിൽ വെർബുകൾ കാണുമ്പോൾ അതിനൊരു പേരുണ്ട്. ആ പേരെന്താ? ഇൻഫിനിറ്റി ഫോം ഓഫ് ദ വെർബ്. ഇൻഫിനിറ്റി, അടിസ്ഥാന രൂപം, വെർബിന്റെ അടിസ്ഥാന രൂപം. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് കോൺജുഗേഷൻ, വെർബിന്റെ കോൺജുഗേഷൻ. അപ്പോൾ ഓരോ വെർബുകൾ എടുക്കുമ്പോഴും ഓരോ ടെൻസിനനുസരിച്ച് മാറും. ഇപ്പൊ പ്രസന്റ് ടെൻസിലാണെങ്കിൽ പ്രസന്റ് ടെൻസിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ മഞ്ചാരി ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ ആ വെർബ് പ്രസന്റ് ടെൻസിന് മാഞ്ചോ. പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോഴോ മഞ്ചാത്തോ, കഴിഞ്ഞു, കഴിച്ചു. ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴോ ഭാവി അല്ലേ പറയാ. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴോ നമ്മൾ മാഞ്ചറോ, കഴിക്കും. മനസ്സിലായി? കഴിക്കുന്നു, കഴിച്ചു, കഴിക്കും, ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന വെർബുകളാണ് ഇറഗുലർ വെർബുകളാണ് കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന വെർബുകളെല്ലാം ഇറഗുലർ വെർബുകളാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എസ്സരെ, അവേരെ. ഇന്ന് പഠിക്കുന്നത് ഫാരെ. ഓക്കെ, ഫാരെ എന്ന വെർബ് അതിന്റെ അർത്ഥമാണ് ചെയ്യുക. അപ്പൊ ഇൻഫിനിറ്റ് ഫോമിൽ നമ്മൾ കാണുമ്പോൾ ചെയ്യുക, ഫാരെ, ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിക്കണം നിങ്ങൾ. അതിന്റെ അർത്ഥം ചെയ്യുന്നു, ചെയ്യുന്നു, ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയാം. ഇയോ തു, അതാണ് സബ്ജക്റ്റ് പ്രോണൗൺ. ഇയോ തു ലൂയിലെ. ആ ഇയോ തു ലൂയിലെ നോയ് സി ആ നോയ് വോയി ലോറോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഫാരെ എന്ന വെർബ് കോൺജുഗേറ്റ് ചെയ്ത് സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇയോ ഞാൻ പറയാം. ഇയോ ഫാച്ചു, ഞാൻ ചെയ്യുന്നു. തു ഫായ്, നീ ചെയ്യുന്നു. ലൂയി ഫ, അവൻ ചെയ്യുന്നു. ലേയി ഫ, അവൾ ചെയ്യുന്നു. ഇനി പ്ലൂരാലെ സെക്ഷൻ. നോയി ഫച്ചിയാമു, ഞങ്ങൾ ചെയ്യുന്നു. വോയി ഫാത്തെ, നിങ്ങൾ ചെയ്യുന്നു. ലോറോ ഫാനോ, അവർ ചെയ്യും. ഇതാണ് ഇതിന്റെ കോൺജുഗേഷൻ ഫോം. ഇയോ തു ലൂയി സബ്ജക്റ്റ് പ്രോണൗൺ. ഫാച്ചോ, ഫായ്, ഫ, ഫച്ചിയാമോ, ഫാത്തെ, ഫാനോ. എന്താണ് കോൺജുഗേഷൻ ഫോം? ഏത് വെർബിന്റെയാ? ഫാര എന്ന വെർബിന്റെ. ഫാര എന്ന വെർബ് അതിനാൽ തന്നെ അർത്ഥം ചെയ്യുക. ബാക്കി കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നു, ചെയ്യുന്നു, ചെയ്യും. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? യോ ഫാച്ചോ കൊളച്ചിയോണെ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഫാച്ചോ അല്ലെ, യോ ഫാച്ചോ ഞാൻ ചെയ്യുന്നു. കൊളച്ചിയോണെ, ഞാൻ കൊളച്ചിയോണെ അല്ലെങ്കിൽ കൊളച്ചിയോണെ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. യോ ഫാച്ചോ കൊളച്ചിയോണെ. ക്ലിയർ? സെക്കൻഡ്, തു ഫായ് ലാ സ്പേസ. സ്പേസ എന്ന് പറഞ്ഞാല് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ലാ സ്പേസ, സാധനങ്ങൾ വാങ്ങി. തു ഫായ്, നീ ചെയ്യുന്നു. എന്താ ചെയ്യുന്നേ? സാധനങ്ങൾ വാങ്ങിക്കുന്നു. ലൂയി ഫ, സ്പോർട്ട്. ഏത് കളിയാണെങ്കിൽ അത് സ്പോർട്ട് എന്ന് പറഞ്ഞ കളികളാണല്ലോ അത്. ഇനി ലേയ് ഫ ഇൽ കഫേ, അവളെന്താ ചെയ്യുന്നേ? അവൾ കാപ്പി ഉണ്ടാക്കുന്നു. പോയി ഫച്ചിയാമോ, പൂന പൗസ. എന്താണ് അതിന്റെ അർത്ഥം? പൗസ, ബ്രേക്ക്. പൗസ, ഇടവേള. അപ്പൊ ഞങ്ങള് ഒരു ഇടവേള അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്നു. വോയ് ഫാത്തെ ലവോറോ, നിങ്ങൾ ജോലി ചെയ്യുന്നു. വോറോ ഫാനോ. ഊന ഫെസ്ത. ഈ ഊന, ഇല്ല് എന്നൊക്കെ വരുന്നത് ആർട്ടിക്കിൾസ് ആണ്. രണ്ടു തരം ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈവില് നല്ല ഒന്നൊന്നര ലൈവായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാണിട്ടാ. അപ്പൊ ആർട്ടിക്കിൾസ് പഠിക്കാൻ പറ്റും, പ്രൊപ്പോസിഷൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ലൂയി അല്ല ലോറോ ഫാനോ ഊന ഫെസ്ത, അവരൊരു പാർട്ടി നടത്തുന്നു. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. അവർ ഒരു പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ നടത്തുന്നു. മനസ്സിലായ? അപ്പൊ ഇതിന്റെ ഫാര എന്ന വെർബിന്റെ കോൺജുഗേഷൻ എങ്ങനെയാ വന്നത് എന്ന് പറഞ്ഞേ, റിപ്പീറ്റ് ചെയ്തേ. ഇയോ ഫാച്ചു. തു പറയൂ. ഫായ്. ലൂയി ഫ. ലേയി ഫ, അവൾ ചെയ്യുന്നു. അർത്ഥം കൂടി പഠിക്കണം കേട്ടോ. എല്ലാം ചെയ്യുന്നു, ചെയ്യും. ഇത് പറഞ്ഞു പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അർത്ഥം കിട്ടില്ലേ. ലൂയി ഫ.
ഇറഗുലർ വെർബാണ്. ഇനി നോയി, പറയൂ പറയൂ, വച്ചിയാമോ, വോയി, ഫാത്തെ. ഇനി ലോറോ ഫാനോ, ലോറോ ഫാനോ, അവർ ചെയ്യും. മനസ്സിലായ? അടുത്ത വെർബ് അന്താരെ, പോകുക. അപ്പൊ അത് ഇൻഫിനിറ്റീവ് ഫോമാണ്, അടിസ്ഥാന രൂപത്തിലുള്ള വെർബാണ്. അന്താരെ പോകുക. നമ്മൾ എപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഞാനേ ഇയോ അങ്കാരെ മറക്കാത്തോ, നോ 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 പെർക്കരിത്ത പറയരുത്. നമ്മളെങ്ങനെ പറയേണ്ടത്? ഇയോ വാതോ, ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ പറയാം ഇതൊരു ഇറഗുലർ വെർബാണ് താൻ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഇറഗുലർ വെർബാണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് അന്താരെ എന്ന വെർബ് ഇൻഫിനിറ്റീവ് ഫോമാണ്, അടിസ്ഥാന രൂപമാണ് ആ വെർബിന്റെ. ആരെ ഏരെ ഈ എന്ന രൂപത്തിലുള്ള രൂപമാണ്. ഇനി അത് കോൺജുഗേറ്റ് ചെയ്യുക സബ്ജക്റ്റുകൾക്കനുസരിച്ചും ടെൻസുകൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും ഈ വെർബുകൾ, എല്ലാ വെർബും. അപ്പൊ നമ്മൾ അന്താരെ എന്ന വെർബാണ്. അപ്പൊ അതിന്റെ മാറ്റം അല്ലേ? അതിന്റെ കോൺജുഗേഷൻ ഫോം എങ്ങനെയാ? വാദോ, ഇറഗുലർ വെർബ, അതുകൊണ്ട് അത് നിയമം തെറ്റിച്ചു വരുന്ന വെർബ. വാദോ, വായ്, വാ, വാ. ഇനി എന്താ പറയേണ്ടത്? നോയിലെ അന്തിയാമോ, വോയ് അന്താത്തെ, ലോറോ വാനോ. മനസ്സിലായി? ഇതാണ് കോൺജുഗേഷൻ. കോൺജുഗേറ്റ് ചെയ്യുക വെർബിന്റെ മാറ്റം. ഇനി നമ്മൾ സബ്ജക്റ്റും ഈ വെർബിന്റെ കോൺജുഗേഷൻ ഫോം, അതായത് വെർബിന്റെ മാറ്റവും വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ആക്കണം. എങ്ങനെയാ പറയാ? ഇയോ വാദോ അൽ ലവോറോ. അല്ലെന്തിനാ വന്നത് അവിടെ? അല്ല് വന്നത് പ്രിപ്പോസിഷനും ആർട്ടിക്കിൾസും. ഒന്നൊന്നര വീഡിയോ അല്ല, എന്നിട്ട് ലൈവാണ് ഇട്ടിരിക്കുന്നത്. പ്ലീസ് പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ ഇതറിയാം. ഈ ഇയോ വാദോ അൽ ലവോറോ, ഞാൻ ജോലിക്ക് പോകുന്നു, പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞ കോൺജുഗേഷൻ വരും കേട്ടോ. ടു വൈ ആ സ്കോള, നീ സ്കൂളിലേക്ക് പോകുന്നു. ലുയി വാ ആ റോമ, അവൻ റോമിലേക്ക് പോകുന്നു. ലേയ് വാ അൽ സൂപ്പർ മെർക്കാത്തോ, അവൾ എവിടേക്കാ പോകുന്നേ? അൽ സൂപ്പർ മെർക്കാത്തോ. പോയി അന്തിയാമോ ആകാശ, ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ലോറോ വാനോ ഇൻ ഇറ്റാലിയ, അവരെവിടേക്കാ പോകുന്നേ? ഇറ്റലിയിലേക്ക് പോകുന്നു. ലോറോ വാനോ പോകുന്നു, ഇൻ ഇറ്റാലിയ. റോമയാണെങ്കിൽ ആ റോമ. ഇറ്റാലിയ പറയുമ്പോൾ കൺട്രീസ് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ലൈവിൽ ഇട്ടിട്ടുണ്ടേ. കൺട്രീസ് പറയുമ്പോൾ ഇൻ ഇറ്റാലിയ. മനസ്സിലായ? അപ്പൊ അതിനെ അന്താര എന്ന വെർബിനെ ഒന്ന് കോൺജുഗേറ്റ് ചെയ്തു നോക്കിയേ. റിപ്പീറ്റ് ചെയ്തിട്ട് ഒപ്പം പറഞ്ഞേ. ഇയോ വാദോ, തൂ വായി, ലൂയി വാ, ലേയ് വാ, നോയി andiamo, voi andate, loro vanno, അവർ പോകുന്നു. അന്താരെ വെർബ് അതിനാൽ തന്നെ പോകുക കോൺജുഗേറ്റ് ചെയ്ത് വരുമ്പോഴാണ് പോകുന്നു. മനസ്സിലായോ? ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ട് വെർബോളം ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് പഠിക്കാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡെയിലി നമ്മുടെ ജോലി സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ci vediamo prossimo video. God bless you.